ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുവിധം എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് നെറ്റ്ഫ്ലിക്സിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ച വെൻസ്ഡേ എന്ന ഹോളിവുഡ് സീരീസിൻ്റെ സെക്കൻഡ് സീസൺ ഓഗസ്റ്റിൽ റിലീസായിരിക്കുകയാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സ്റ്റോറി ഇപ്പോൾ സ്റ്റാർട്ടാവുകയാണ്. ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹിയർ വി ഗോ, വെൻസ്ഡേ സീസൺ 2 എപ്പിസോഡ് 1. ഹിയർ വി ഗോ അഗെയിൻ. സ്റ്റാർട്ടിങ് തന്നെ വെൻസ്ഡേനെ കൈയും വായൊക്കെ കെട്ടി കസേരയിൽ ലോക്കാക്കിയിരുത്തേക്കാണ്. ചുറ്റുമുള്ള ചെയർസിൽ കുറേ ക്രീപ്പി ഡോൾസും ഉണ്ട്. ഈ കഴിഞ്ഞ വെക്കേഷൻ ഫുള്ള് സൈക്കിക് എബിലിറ്റി മാസ്റ്ററിങ് ചെയ്യാനായിരുന്നു വെൻസ്ഡേയുടെ ശ്രമം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാം കൂടി സ്പെൽ ബുക്കിലുണ്ടായിരുന്നു. അമേരിക്കയിലെ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള സ്കാൽപ്പർ എന്ന് പറഞ്ഞ ആളെയാണ് ഇപ്രാവശ്യം അവൾ നോട്ടം ഇട്ടിട്ടുള്ളത്. ആളെ കണ്ടുപിടിക്കാൻ അവൾക്ക് ക്രൈം സീനിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് മതിയായിരുന്നു. അവളുടെ സൈക്കിക് എബിലിറ്റി വഴി അത് കണ്ടുപിടിക്കുകയും അങ്ങോട്ട് പോവുകയും ചെയ്യുകയാണ് അവൾ. സെക്യൂരിറ്റി ചെക്കിങ്ങിന് കയറിയപ്പോൾ ബീപ്പോട് ബീപ്പായിരുന്നു. അവളുടെ കയ്യിൽ അതിനും മാത്രം വെപ്പൺസ് ഉണ്ടായിരുന്നു. ഉള്ളതൊക്കെ അവിടെ എടുത്ത് വെച്ച് അടിയറവ് പറഞ്ഞ് ലാസ്റ്റ് ബാഗും ചെക്ക് ചെയ്ത് അതിൽ തിങ്ങിനെ കാണുമ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും പറഞ്ഞിട്ട് അവൾ ആ ബാഗും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ബാഗിലുണ്ടായിരുന്ന ഒരു സൺസ്ക്രീം അവിടെ തന്നെ വെച്ചിട്ട് ബാക്കി ആ തിങ്ങിനെയും കൊണ്ടിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. നേരെ അവൾ അടുത്ത സീനിൽ എത്തുന്നത് സ്കാൽപ്പറിൻ്റെ അടുത്തേക്കാണ്. സ്കാൽപ്പറിൻ്റെ അടുത്ത് അവിടെ ചെറിയ പിടിംവലി നടക്കുന്നതിൻ്റെ ഇടയിൽ ആൾ അവളുടെ കൈ കയറി പിടിക്കുമ്പോൾ അവൾ അവിടെ സ്റ്റക്ക് ആവുകയാണ്, അങ്ങനെ ലോക്ക് ആവുകയാണ്. സ്കാൽപ്പറാണ് അവൾ ആ റൂമിൽ കൊണ്ടുപോയി കെട്ടിയിട്ടേക്കുന്നത് കേട്ടോ. അവിടെ കൊണ്ടുപോയി കത്തിയും കുറേ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് അവൾ ടോർച്ചർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ വായിൽ തുണി അഴിക്കുമ്പോൾ നിൻ്റെ ഡയലോഗൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് കാണിക്കാനുള്ളത് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു ഡോളിനെ നോക്കുകയാണ്. ആ ഡോളിനെ നോക്കുമ്പോൾ അതിൻ്റെ മുഖത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് തിങ്ങ് വന്ന് ചാടി വീഴുക. തിങ്ങാണെങ്കിൽ ഈ സ്കാൽപ്പറിനെ അറഞ്ചം പുറഞ്ചം അടിച്ചവിടെ ഇടുന്നുണ്ട്. ആളെ കൊണ്ട് എന്തൊക്കെ പറ്റുന്നോ ആ രീതിയിലൊക്കെ തിങ്ങ് കിടന്ന് അടിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കി അനുസരിച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അടിയൊക്കെ കഴിഞ്ഞ് അയാളുടെ പുറത്ത് 2 തട്ടും തട്ടി തിങ്ങ് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അതിനുശേഷം ഇയാൾ നോക്കുമ്പോൾ അവളൊരു വലിയ കത്തിയൊക്കെ എടുത്തിട്ട് ആളെ അങ്ങോട്ട് തീർക്കണ പോലെ നിൽക്കുകയാണ്. ആളുടെ അലറലോട് കൂടിയിട്ടാണ് വെൻസ്ഡേ സീസൺ 2ൻ്റെ ടൈറ്റിൽ പോർഷൻ കാണിക്കുന്നത് കേട്ടോ. അവിടെയാണ് നമ്മുടെ വെൻസ്ഡേ എന്നുള്ളത് എഴുതി കാണിക്കുന്നത്, സീസൺ 2 എന്നുള്ള സെക്ഷൻ എഴുതി കാണിക്കുന്നത് തന്നെ. ടൈറ്റിൽ പോർഷൻ എല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കാണിക്കുന്നത് വെൻസ്ഡേ അമ്മയും കൂടി പോകേണ്ട കാര്യം സംസാരിക്കുന്നതാണ്. വണ്ടി വന്നിട്ടുണ്ട് പോവാന്നുള്ള രീതിയിലൊക്കെ. അവിടുന്ന് അവർ നെവർമോണ്ടിലേക്ക് തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് പോവാണ് കേട്ടോ. അങ്കിൾ ഫെസ്റ്റാർഡിന് കിട്ടിയിട്ടുള്ള ആ ലൈറ്റ്നിങ്ങിൻ്റെ എബിലിറ്റിയിൽ അത് വെൻസ്ഡേയുടെ അനിയൻ പക്സ്ലിക്കും കിട്ടിയിട്ടുണ്ട്. അവർ പോണ വഴിയിലുള്ള മരങ്ങളിലും അതുപോലെ സൈൻ ബോർഡിലൊക്കെ അത് പരീക്ഷിച്ചുകൊണ്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവൻ്റെ പരീക്ഷണം കാരണം മറ്റു വണ്ടികളൊക്കെ കൂട്ടിയിടിച്ചിട്ട് ആക്സിഡൻറ്റും അതുപോലെ ഒരു പോസ്റ്റൊക്കെ മറിഞ്ഞ് വണ്ടിയൊക്കെ കത്തി നശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും കാണാതെ അവർ നൈസ്ലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരവരുടെ യാത്ര ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് എന്ത് കാര്യം? അതുകൊണ്ട് അവരതൊന്നും മൈൻഡ് അറിയുന്ന പോലും ഇല്ല. അവരാ വഴി പോകുന്നുണ്ട്, ഇത് കണ്ടു കഴിഞ്ഞാലും കാണാത്ത പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മറ്റൊരിടത്ത് ഒരാളുടെ അടുത്തേക്ക് കാറിലൊരു പെണ്ണ് വരികയാണ്. വരുന്ന വഴിക്ക് തന്നെ അവർ കെട്ടിപ്പിടിച്ച് മതിമറിഞ്ഞ് ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മറുവശത്ത് ഇരുന്നിട്ട് ഒരാൾ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് സ്പൈ ആണെന്ന് തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് അയാൾ നോക്കുമ്പോൾ കുറച്ച് കാക്കകളൊക്കെ ആളുടെ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയും ഫോട്ടോഗ്രാഫിയിൽ മുഴുകി തിരിച്ച് നോക്കിയപ്പോഴേക്കും കാക്കകളൊക്കെ കൂടി ആക്രമിക്കാൻ വരുന്നതാണ് കേട്ടോ ആൾ കാണുന്നത്. ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും കാക്കകളുടെ എണ്ണം കൂടുകയാണ്. എല്ലാ കാക്കകളും കൂടി വന്നപ്പോഴേക്കും ആൾ എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ട് കാറിൽ കയറിയിരിക്കുകയാണ്. ആളുടെ കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. ആ ഹൊറർ ലുക്കുള്ള കാക്കേനെ നമ്മൾ ഈ സീരീസിൻ്റെ ഇടയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതിനെന്തോ റോൾ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇയാൾ കഷ്ടപ്പെട്ട് കാറിൽ കയറി ഇരുന്നിട്ട് ആരെയോ ഫോൺ ചെയ്യാണ്. ഫോൺ ചെയ്തിട്ട് അവർ നമ്മളെ കണ്ടുപിടിച്ചിരിക്കുന്നു, ഞാനില്ലെങ്കിലും ഇത് എവിടെയെങ്കിലും ഉണ്ടാവും, ഒരു സ്ഥലത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാറിൻ്റെ ബാക്കിൽ ഒരു ലോഡ് കാക്കകൾ ഇരിക്കുന്നുണ്ടാവും. ആൾ തിരിഞ്ഞ് നോക്കിയതും ആ കാക്കകളെല്ലാം കൂടി ഇയാളെ വന്ന് ആക്രമിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ അയാളുടെ പണി തീരുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് വെൻസ്ഡേയും ഫാമിലിയും നെവർമൗണ്ടിലേക്ക് എത്തുന്നതാണ് കേട്ടോ. സ്കൂൾ ഗേറ്റിൻ്റെ എൻട്രൻസിൽ വെച്ചിട്ട് വെൻസ്ഡേയും ഫാമിലി ഇറങ്ങി ഓരോന്ന് സംസാരിച്ച് അനിയനെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അകത്തേക്ക് കയറുന്നുണ്ട്. അനിയൻ്റെ കഴുത്തിന് പിടിച്ചിട്ടാണ്, നീ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഞാൻ എല്ലാം അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കയറ്റിക്കൊണ്ടു പോകുന്നുണ്ട്. ആ വെൻസ്ഡേ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെയുള്ള കുട്ടികളെല്ലാം അവളെ നോക്കിയാൽ എക്സൈറ്റഡ് ആയിട്ടാണ് നോക്കുന്നത് കേട്ടോ. ഫോട്ടോ എടുക്കാനും ഓട്ടോഗ്രാഫിനൊക്കെ വരികയാണ് അവളുടെ അടുത്തേക്ക്. വെൻസ്ഡേക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു തരി പോലും ഇഷ്ടമല്ല. അവൾക്ക് ഈ പ്രശംസയും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാണ്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് വന്ന് നിൽക്കുന്ന സമയത്ത് അവരുടെ ഇടയ്ക്ക് ബിയാങ്ക വരികയാണ്. ബിയാങ്ക വന്നിട്ട് അവളുടെ എബിലിറ്റി യൂസ് ചെയ്തിട്ട് അവരെ ഈ മനസ്സ് മാറ്റിപ്പിക്കുകയാണ് ബിയാങ്ക അവരുടെ എല്ലാം. അപ്പോൾ ഒന്നും അറിയാത്ത പോലെ ആ കുട്ടികൾ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ബിയാങ്കേൻ്റെ അടുത്ത് അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്കാണ് നേരെ പോയി വെൻസ്ഡേ ചെന്ന് പെടുന്നത്.
പുതിയ പ്രിൻസിപ്പളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മുമ്പുണ്ടായിരുന്നിട്ടുള്ള ഔട്ട്കാസ്റ്റ് ട്രഡീഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഫൗണ്ടേഴ്സ് ഫയർ സെറമണി ഇല്ലേ, അത് വീണ്ടും നടത്താനും അതിലേക്കുള്ള ഇൻവിറ്റേഷൻ കൊടുക്കാനാണ് ആൾ വെൻസ്ഡേയുടെ അടുത്തേക്ക് വന്നേക്കുന്നത്. വെൻസ്ഡേ സ്പോട്ടിൽ തന്നെ അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് സ്കിപ്പാവാണ്. തിരിഞ്ഞ് അവൾ റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ റൂമിൻ്റെ ഡോറിൽ ഇങ്ങനെ സൂപ്പർ സ്റ്റാർ വെൻസ്ഡേ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഡെക്കറേഷനൊക്കെ വലിച്ചു കുറച്ചിട്ട് അകത്ത് കയറിയപ്പോൾ അവിടെ ആകെ പിള്ളേരിൻ്റെ കളിവിളയാട്ടാണ്. വെൻസ്ഡേക്ക് അവിടെ വേറെ ആരും വരുന്നത് തന്നെ ഇഷ്ടമല്ല. അപ്പോഴവിടെ എത്രയും അലമ്പ്. എന്നിട്ട് വെൻസ്ഡേനെ വന്ന് കണ്ടപ്പോഴേക്കും പിള്ളേരോട് ഫുള്ള് പൊക്കോളാൻ പറയാണ്. എന്നിട്ട് പിന്നെ അവർ തമ്മിൽ സംസാരിക്കുകയാണ് കേട്ടോ. റൂമിലേക്ക് ആരും വരുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെൻസ്ഡേ ആ ഒരു കലിപ്പിലാണ്. പക്ഷേ എന്നിട്ട് അത് സെറ്റ് ചെയ്തു, വിഷയമൊന്നുമില്ല. പിന്നെ ഇവർ തമ്മിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ വെക്കേഷൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ഒരു ടീഷർട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ് വെൻസ്ഡേക്ക്. വെൻസ്ഡേയും പറയുന്നുണ്ട് ഞാനും നിനക്കൊരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റേ ക്രീപ്പി ഡോൾസ് ഉണ്ടായിരുന്നില്ലേ, അതിലൊരു മേക്കപ്പൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡോളിനെ അവൾക്ക് കൊടുക്കുകയാണ്. അവൾക്കത് കണ്ടപ്പോൾ തന്നെ നൈസ്ലി ഒരു പേടിയുണ്ട്, എന്നാലും അവൾ എനിക്കിഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടേക്ക് എനിറ്റിൻ്റെ ഓൾഡ് ബോയ് ഫ്രണ്ടായിട്ടുള്ള ഏജാക്സ് ഇല്ലേ, ആൾ വരുന്നുണ്ട്. വെക്കേഷൻ എങ്ങനെ ഉണ്ടായെന്നും എനിയുടെ എവിടെയൊന്നും വിളിച്ചിട്ട് കിട്ടണില്ല, അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, അതിന് വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വന്നതാണ്. അപ്പോൾ എനിയുടെ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് വെൻസ്ഡേ അതുപോലെ പറയുന്നുണ്ട് ആ ഗിഫ്റ്റ് ഒന്ന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് അവൻ്റെ നിന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ വെൻസ്ഡേ. നിനക്കിതൊക്കെ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ട് തിരിച്ച് ഷവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പുറത്തേക്ക് ഡോറ് തുറക്കുകയാണ്. ആ സമയത്ത് തന്നെ സ്പോട്ടിൽ എനിഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് ഒരു അമ്പ് വന്ന് പതിക്കുകയാണ്. അതിൽ മറ്റേ വെൻസ്ഡേയും പ്രിൻസിപ്പളും താഴെ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഭാഗം ഒരു ഫോട്ടോയും ഉണ്ടാവും കേട്ടോ. അതിൽ എഴുതിയിട്ടുണ്ടാവുന്നത് വെൽക്കം ബാക്ക് വെൻസ്ഡേ, ഐ ആം സ്റ്റിൽ വാച്ചിങ് എന്നാണ് കേട്ടോ. അവളുടെ സൈക്കിക് എബിലിറ്റി വെച്ചിട്ട് അതെടുത്തിട്ട് ആരാണിത് നോക്കുന്നത്, ആരാണിത് ചെയ്തതെന്നൊക്കെ അവൾ നോക്കുന്നുണ്ട്. പക്ഷേ അത് അവൾക്ക് കണ്ണിൽ കാണുന്നില്ല. അപ്പോൾ ആ സമയത്ത് അവൾ കണ്ണിൽ നിന്ന് ഒരു ബ്ലാക്ക് കളർ ടിയറും വരുന്നുണ്ട്. ആ സമയത്ത് എന്നിട്ട് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ തുടച്ചു കളയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് പപ്സ്ലി യൂജിനും തമ്മിലുള്ള പരിചയപ്പെടുത്തലാണ്. പപ്സ്ലിയുടെ ന്യൂ റൂംമേറ്റ് ആണ് കേട്ടോ യൂജിൻ. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുകയും ഞങ്ങൾ താഴത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അമ്മ താഴത്തേക്ക് പോവാണ്. യൂജിൻ്റെ പെറ്റ്സായിട്ടുള്ള ഒരു സ്പൈഡറും കുറച്ച് പുഴുക്കളും അവിടെ ഉണ്ട് കേട്ടോ. അവനതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പപ്സ്ലി ആണെങ്കിൽ അതിനെ കാണുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിനക്ക് സ്നാക്കായിട്ടുള്ളതല്ല, ഇതെൻ്റെ പെറ്റ്സാണെന്ന് തിരിച്ച് അവനും പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ പ്രിൻസിപ്പളും വെൻസ്ഡേയുടെ ഫാമിലിയും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നെവർ മൗണ്ടിലെ ഗാല ഫണ്ട് റേസിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് പ്രിൻസിപ്പൽ വെൻസ്ഡേയുടെ അമ്മേനെ ഇൻട്രൊഡ്യൂസ് ഇൻവൈറ്റ് ചെയ്യാണ്. താമസിക്കാൻ വേണ്ടി ഒരു വീട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് വെൻസ്ഡേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റേ കാക്ക കൊത്തിക്കൊന്ന ആളില്ലേ, ആളുടെ ബോഡി ഫൗണ്ട് ആക്കിയിട്ട് കുറേ പോലീസുകാരും ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും. വെൻസ്ഡേ അവിടെ പോയിട്ട് പുതിയ ഷെരീഫിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ആൾ തിരിച്ചു വന്നതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ കുറച്ചുകൂടി ഇൻ്റലിജൻ്റ് ആണ്, പഴയ ഷെരീഫിൻ്റെ പോലെയല്ല എന്നൊക്കെയാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഹ്യൂഡി ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഫേസ് കവർ ചെയ്തിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടാവും. ആൾ ഓടിപ്പോകുന്നത് വെൻസ്ഡേ കാണാണ് കേട്ടോ. വെൻസ്ഡേ ആളുടെ പിന്നാലെ പോയി ചവിട്ടി വീഴ്ത്തുകയാണ്. അത് ആരാന്ന് നോക്കുമ്പോൾ മുന്നത്തെ ഷെരീഫായിട്ടുള്ള ഗാൽപ്പിനായിരുന്നു. അപ്പോൾ ഗാൽപ്പിൻ്റെ ഫ്രണ്ടായിരുന്നു ഈ മരിച്ചെടുക്കുന്ന ആൾ. അവരെന്തൊക്കെയോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇതുണ്ടായത്. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങളെ കൂടെ കൂടാമോ, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവളെടുത്ത് അയാൾ ചോദിക്കുന്നുണ്ട്. വെൻസ്ഡേ മൈൻഡ് ചെയ്യാണ്ട് തിരിഞ്ഞു പോവുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് രാത്രിയാകുമ്പോൾ ഏജാക്സ് ജൂനിയർ പിള്ളേർക്ക് സ്കൾട്രീൻ്റെ താഴെയുള്ള ലെജൻഡിൻ്റെ സ്റ്റോറി പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഒരു കാലത്ത് ഭയങ്കര വീക്കായിട്ടുള്ള ഹൃദയത്തോട് കൂടിയിട്ടുള്ള ഒരു മിടുക്കനും ബുദ്ധിമാനായിട്ടുള്ള കുട്ടി ഉണ്ടായിരുന്നു. അവന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഹൃദയത്തിൻ്റെ ഡിസൈൻ അവൻ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ഡോക്ടേഴ്സ് എല്ലാം കൂടിയിട്ട് ചേഞ്ച് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് വിജയകരമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അയാൾ കൂടുതൽ കഴിവുള്ള ഒരാളായിട്ട് മാറുകയാണ്. അയാളുടെ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വിജയിച്ച് മുന്നോട്ട് പോവുകയാണ്. ആൾക്കാരൊക്കെ അയാളെ അധികം പ്രശംസിച്ചും തുടങ്ങി. കുട്ടികളൊക്കെ എക്സൈറ്റഡ് ആയിട്ട് ഇത് നല്ല രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇയാളുടെ പരീക്ഷണം കൂടിയിട്ട് അപകടാവസ്ഥയിലെത്തിയപ്പോൾ ആളുടെ ബുദ്ധി തന്നെ ആളുടെ ലൈഫ് ഇല്ലാണ്ടാക്കി. അന്നത്തെ അപകടത്തിലെ സ്കൾട്രീൻ്റെ താഴെയുള്ള കല്ലറയുടെ ഭാഗത്തേക്കാണ് ഇയാൾ തെറിച്ച് വീഴുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൾട്രീൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഇയാളുടെ ക്ലോക്ക് ഹാർട്ടല്ലേ അയാൾക്ക് വെച്ചിട്ടുള്ളത്, അതിൻ്റെ സൗണ്ട് ഇപ്പോഴും കേൾക്കാം എന്നാണ് അവരുടെ വിശ്വാസം. ഏജാക്സ് ഈ കഥയൊക്കെ പറയുന്നത് കേട്ടിട്ട് അതൊന്ന് കാണണം, ആളൊന്ന് കാണണം എന്നുള്ള മൈൻഡിലാണ് പപ്സ്ലി അവിടെ ഇരിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ പ്രിൻസിപ്പളും ബിയാങ്കിയാണ് കാണിക്കുന്നത്.
നാളത്തെ ചടങ്ങിൽ നീ പങ്കെടുക്കണമെന്നും നിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം എന്നൊക്കെ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്. അതിന് ടൈമില്ലെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ബിയാങ്ക ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും സ്കൂളിൻ്റെ സ്കോളർഷിപ്പ് സ്റ്റുഡൻ്റ് അല്ലേ നീ, ഫണ്ട് റൈസിങ് ഒക്കെ ഇപ്പോൾ കുറവായതുകൊണ്ട് നിൻ്റെ നിലനിൽപ്പ് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞ് ചെറുതായി ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. അടുത്ത സീനിൽ തിങ്ങിന് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പിള്ളേരൊക്കെ വന്ന് നിൽക്കുന്നത് കണ്ടിറങ്ങിപ്പോകുന്ന വെൻസ്ഡേനെയാണ് കാണിക്കുന്നത്. വെൻസ്ഡേ ദേഷ്യത്തിൽ വന്ന് വയലിൻ വായിക്കുകയാണ്. ആ സമയത്ത് മറ്റേ ബ്ലാക്ക് ടീയേഴ്സിൻ്റെ ബുക്ക് അമ്മ വായിക്കണതും അതുപോലെ തന്നെ പപ്സ്ലി അവിടെ നിന്ന് സ്കൾട്രീൻ്റെ അവിടേക്കുള്ള വഴി നോക്കണം. അങ്ങനെ കുറേ സീനുകൾ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ വെൻസ്ഡേ വയലിനും വായിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മറ്റേ ആ എട്ടുകാലിയില്ലേ അതിനെ ഇവൻ ഷോക്ക് കൊടുത്തിട്ട് അതിനെ ഇനിയിപ്പിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഗാൽപ്പിൻ കള്ളും കുടിച്ച് വിഷമിച്ച് ടി വിയുടെ മുമ്പിലിരിക്കുന്ന വീഡിയോ കാണിക്കുന്നുണ്ട്. ആ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് മറ്റേ തിങ്ങില്ലേ, തിങ്ങ് നമ്മുടെ കയ്യിലൊരു ചെറിയ ഗിഫ്റ്റിൻ്റെ ബോക്സൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളൊരു റിങ് ഉണ്ടാവും. ആ റിങ് എടുത്ത് ഇടുന്നത് കാണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് സീനിൽ കാണിക്കുന്നത് പ്രിൻസിപ്പളിൻ്റെ സീനാണ്. പ്രിൻസിപ്പൾ പഴയ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോക്സ് തുറന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ പഴയ പ്രിൻസിപ്പളായിട്ടുള്ള ആ ഒരു ലേഡിയില്ലേ അവരുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് കാണിക്കുന്നത് വെൻസ്ഡേനെ വാച്ച് ചെയ്യണ ആളില്ലേ, അയാൾ ഇവളുടെ ഫോട്ടോയിൽ 2 കണ്ണിൻ്റെ അവിടെയും കീറിയിട്ട് ആ ഫോട്ടോയും പിടിച്ചിരിക്കുന്ന ഭാഗമാണ് ലാസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മ്യൂസീഷ്യനൊക്കെ വരുന്നുണ്ട് അവിടെ, ആ വയലിൻ്റെ ഇത് പൊട്ടിപ്പോവാണ്. അടുത്ത സീനിൽ പിന്നെ കാണിക്കുന്നത് നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ തകർത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പ്രിൻസിപ്പളും വെൻസ്ഡേയുടെ മദറും അവിടെ ഉണ്ട് ഇതെല്ലാം നോക്കി നടത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് വെൻസ്ഡേ റൂമിലേക്ക് കയറി പോകുന്നതാണ്. അപ്പോൾ അവിടെ എനിയുടെ അവിടെ ഒരു ലെറ്ററും പിടിച്ച് ഒരു പെയിൻറ്റിങ്ങും ലെറ്ററും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ആ ലെറ്റർ എന്താണെന്നുള്ളത് വായിച്ച് നോക്കുമ്പോൾ, നിന്നെ ഞാൻ ഒരുപാട് വിളിച്ചിരുന്നു, ഇതെൻ്റെ ഗുഡ് ബൈ ഗിഫ്റ്റാണ്, എനിക്കിത് തരണമെന്ന് മനസ്സിൽ തോന്നി, നിനക്കിതിൻ്റെ ആവശ്യമുണ്ട് സേവിയർ എന്നായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. ആ ലെറ്ററിൽ അവൾ ആ പെയിൻറ്റിങ് നോക്കി അവർ രണ്ടുപേരും അന്താളിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ആ കാക്കയുടെ പെയിൻറ്റിങ്ങാണ് അത് കേട്ടോ. വെൻസ്ഡേ വേഗം പോയിട്ട് അവളുടെ മറ്റേ ബുക്കില്ലേ റൈറ്റിങ്സ് എല്ലാം എഴുതി വെച്ചിട്ടുള്ള ആ ഒരു പ്രിൻ്റഡ് ബുക്ക് നോക്കുമ്പോൾ അവിടെ സംഭവം ഉണ്ടാവില്ല. അവിടെ ഒരു ലെറ്ററും അതുപോലെ തന്നെ അവളുടെ ആ നേരത്തെ കണ്ണിങ്ങനെ കീറി വെച്ചിട്ടുള്ള ആ ഫോട്ടോ ഇല്ലേ അതാണ് ഉണ്ടാവുക. അവളുടെ ബുക്ക് പോയിരിക്കുന്നു കേട്ടോ. ആ റൈറ്റിങ്സൊക്കെ തപ്പിയിട്ട് അവർ ഫയർ മൗണ്ടിൽ എത്തുന്നുണ്ട്. അവിടെ പപ്സ്ലി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്കൾട്രീൻ്റെ അവിടേക്ക് പോവാം, നിങ്ങൾ ആരാ എൻ്റെ കൂടെ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യൂജിനൊക്കെ പേടിച്ചിട്ട് ഞാനില്ല, എനിക്കിവിടെ കുറച്ച് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നൈസ്ലി ഒഴിയുകയാണ് കേട്ടോ. വെൻസ്ഡേനെ കുറേ കുട്ടികളൊക്കെ തള്ളി മാറ്റിയിട്ട് പോയിട്ട് പോക്കറ്റിൽ തപ്പി നോക്കുമ്പോൾ ഫയർ മൗണ്ടിൻ്റെ മുകളിലാണ് അവളുടെ ആ ബുക്ക് ഇരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. അവളവിടെ നിന്ന് നേരെ തിങ്ങിനും കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. തിങ്ങ് ഉള്ളിലേക്ക് കയറുന്നില്ല. ആ സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാലും പ്രിൻസിപ്പളോടെ പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മ്യൂസീഷ്യൻ്റെ പാട്ടും അതുപോലെ കുട്ടികൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടി പാട്ട് പാടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഈ സമയത്ത് വെൻസ്ഡേയുടെ പിന്നാലെ പോയിട്ട് എനിയോട് വിളിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും വെൻസ്ഡേ ഉള്ളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം 2 വർഷത്തെ അവളുടെ കഷ്ടപ്പാടാണത്. അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ മുകളിൽ ആ സംഭവം ഇരിക്കുന്നത് വെൻസ്ഡേ കാണുകയാണ് കേട്ടോ. അവളതിൻ്റെ മുകളിലേക്ക് കയറാനൊരുങ്ങി തന്നെയാണ്. ആ സമയത്ത് അവിടെ പ്രിൻസിപ്പളെല്ലാം പാട്ടും പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി കൊഴിപ്പിക്കാം, നമുക്കിത് കത്തിക്കാം എന്ന് പറഞ്ഞിട്ട് ഫയർ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക്. ആ ഫയർ ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ ഇവളിത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവളുടെ ആ ബുക്ക് ഇരിക്കുന്നതിൻ്റെ ഇവിടെയല്ല കത്തിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ചുറ്റുമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാവരും കുട്ടികളെല്ലാവരും അത്രയും സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട്. തീയൊക്കെ ആകെ പടർന്നപ്പോഴേക്കും ഈ തിങ്ങിനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അവിടെ കിടന്ന് നെട്ടോട്ട് ഓടുകയാണ് കേട്ടോ ആള്. അതുപോലെ തന്നെ എനിഡും അവിടെ ചുറ്റും തന്നെ ഉണ്ട്. എനിഡിനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് എനിഡ് വന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. കുട്ടികളുടെ ഈ ഒരു അവരുടെ എബിലിറ്റി എല്ലാം യൂസ് ചെയ്തിട്ട് ഈ ഒരു ഈഗിളിനെ ഇങ്ങനെ പറത്താനുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അത് ഫയർ കത്തി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ പപ്സ്ലി അവിടെ നിന്ന് മുങ്ങുന്നുണ്ട് കേട്ടോ, മറ്റോടത്തേക്ക് പോവുകയാണെ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം പോയിട്ട് അവളുടെ റൈറ്റിങ്സിൻ്റെ ബുക്ക് കിട്ടുകയാണ് അവൾക്ക്. അതും കിട്ടിയിട്ട് അവൾ നൈസ്ലി വേഗം താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കുട്ടികളെല്ലാം ഈ സംഭവത്തിനെ പറത്തിച്ചിട്ട് ഈ ഒരു 2-3 റൗണ്ട് ഇങ്ങനെ പോയിട്ട് അത് പറന്നുകൊണ്ടിരുന്നിട്ട് മോളിൽ പോയിട്ട് അതിങ്ങനെ പൊട്ടി ബേൺ ആവാണ് മുഴുവനായിട്ട്. അവരൊരു ആചാരം അങ്ങനെ കഴിയാണ് കേട്ടോ അവിടെ. ആകെ കത്തണത് കണ്ട് പേടിച്ചിട്ട് എനിഡ് വെൻസ്ഡേ അതിൻ്റെ ഉള്ളിൽ ലോക്കാണെന്ന് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് വന്ന് പറയുമ്പോഴേക്കും വെൻസ്ഡേ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയൊക്കെയോ വേഗം അവൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ്. അവിടുന്ന് വെൻസ്ഡേ നേരെ സ്റ്റേജിൻ്റെ അവിടേക്കാണ് വരുന്നത് കേട്ടോ. വെൻസ്ഡേയുടെ വരവ് കണ്ടിട്ട് പിള്ളേരും പ്രിൻസിപ്പളും ഒക്കെ അത്രയും ഹാപ്പി ആവാണ്. അവൾ വരില്ല എന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ട് തന്നെ എല്ലാവരും അത്രയും എക്സൈറ്റഡ് ആയിട്ട് അവൾക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യാണ് കേട്ടോ. പ്രിൻസിപ്പൾ ആ സന്തോഷത്തിൽ കുറച്ച് ഡയലോഗൊക്കെ അവിടെ പറഞ്ഞതിന് ശേഷം അവിടെ ഒരു കർട്ടൻ ഉണ്ടാവും. ആ കർട്ടൻ വലിക്കുമ്പോൾ അതിൽ വാളും പരിചയമൊക്കെ പിടിച്ച് നിൽക്കുന്ന വെൻസ്ഡേയുടെയും ബിയാങ്കയുടെയും വേറെ 2 പിള്ളേരുടെയും ഒക്കെ ഫോട്ടോസാണ് ഉണ്ടാവുക. അതായത് ഒരു ഫ്ലെക്സ് പോലെയാണ് ഉണ്ടാവുക.
കഴിഞ്ഞ വർഷത്തെ സൂപ്പർ സ്റ്റാർസ് ആണല്ലോ ഇവരൊക്കെ. കലിപ്പിൽ നിൽക്കുന്ന വെൻസ്ഡേയുടെ അടുത്ത് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറാൻ പറഞ്ഞപ്പോൾ ആദ്യം ഭയങ്കര പ്രചോദനം ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അവളുടെ സ്വഭാവം നേരെ കാണിക്കണം കേട്ടോ. നല്ല രീതിയിൽ അവിടെ എല്ലാവരും അവൾ ആക്കി പറയുന്നുണ്ട്. നിങ്ങളെയൊക്കെ മരണമാണ് എൻ്റെ കയ്യിലുണ്ടാവുള്ളൂ, അല്ലാതെ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവൾ. സ്റ്റുഡൻസൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ആ സ്പോട്ടിൽ തന്നെ വെൻസ്ഡേ അവിടെ ആയിട്ടുള്ള ഒരു ഫയറിൻ്റെ സംഭവം എടുത്തിട്ട് ആ ഫ്ലെക്സ് ഫുള്ളായിട്ട് കത്തിച്ച് കളയുന്നുണ്ട്. കാരണം അവൾക്ക് അത്രയും ദേഷ്യം വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമില്ലാത്തതാണ്. ആ സമയത്ത് തന്നെ അപ്പുറത്ത് കാണിക്കുന്നത് നമ്മുടെ പപ്സ്ലി മറ്റേ ക്ലോക്ക് വൈസ് സൗണ്ട് കേൾക്കാൻ പോയേക്കാണ്. അതിൻ്റെ സൗണ്ടൊക്കെ ആൾ കേൾക്കുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ ഒരു കാക്ക അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് കണ്ട് ആൾ പേടിച്ചിട്ട് നിലത്തേക്ക് വീഴാണ്. പപ്സ്ലി വീഴുന്ന സ്പോട്ടിൽ മറ്റേ ഇലക്ട്രിക് ഷോക്ക് ഫുൾ എബിലിറ്റി, അവൻ്റെ ലൈറ്റ്നിങ് എബിലിറ്റി ഇല്ലേ, അത് ഫുള്ള് സ്പ്രെഡ് ആവുകയാണ്. ആ ഷോക്ക് കൊണ്ട് ഔട്ട്കാസ്റ്റിൻ്റെ ഡെഡ് ബോഡി അടിപൊളിയായിട്ട് ഹൊറർ ലുക്കിൽ വന്ന് പപ്സ്ലിയുടെ മുമ്പിൽ കാറുകയാണ് കേട്ടോ. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പപ്സ്ലി നൈസായിട്ട് അതിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി എന്നുള്ള രീതിയിൽ ആളങ്ങോട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ എനിയുടെ ബാക്കിൽ കൂടെ പോയിട്ട് ഇവളെ പിടിക്കുകയാണ് വെൻസ്ഡേനെ. അതിലാൾക്ക് മറ്റേ ഷോക്ക് കിട്ടുകയാണ്. ആ കണ്ണിൽ നിന്നൊക്കെ ബ്ലാക്ക് ടീയേഴ്സ് വന്നിട്ട് അവൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതവളുടെ വേറെ വിഷ്വലാണ്. ഒരു ശവപ്പറമ്പിലാണ് കേട്ടോ അവളിപ്പോൾ. ഫുള്ള് കാക്കകളൊക്കെ പറന്നിട്ട് അതിൻ്റെ ഇടയിൽ അവളൊരു കല്ലറ കാണുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അത് എനിഡിൻ്റെ കല്ലറയാണ്. വെൻസ്ഡേ അത് നോക്കി നിൽക്കുന്ന സമയത്ത് നിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് പറഞ്ഞിട്ട് എനിഡിൻ്റെ ഗോസ്റ്റ് വന്നിട്ട് ഇവളുടെ കഴുത്ത് പിടിച്ച് ബാക്കിൽ നിന്ന് ഞെക്കുകയാണ് കേട്ടോ. ഈ വിഷ്വലിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വെൻസ്ഡേ ഫിക്സ് വന്ന പോലെ കിടന്ന് പെടുകയാണ്. അവിടേക്ക് അമ്മയും വരുന്നുണ്ട്. എനിടും അമ്മയും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കണോടത്ത് ഈ എപ്പിസോഡ് അങ്ങനെ അവസാനിക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ ഈ എപ്പിസോഡിനേക്കാളും ത്രില്ലിംഗ് ആണ് ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം. ഈ എപ്പിസോഡുകളെല്ലാം ഞാൻ കണ്ടതാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്ത ദിവസം ഇതിൻ്റെ സെക്കൻഡ് എപ്പിസോഡായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.